മെൻസ്ട്രൽ സൈക്കിൾ തുടങ്ങുന്ന സമയം മുതൽ മെനോപോസ് വരെ കണ്ടുവരുന്ന ഒരു അവസ്ഥയാണിത്. ഇതിന്റെ ലക്ഷണങ്ങൾ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ്, PCOD പേഷ്യൻസിൽ ഒരുപാട് കാണുന്നൊരു സിംറ്റംസ് ആണ്. നമുക്കറിയാം, ഇപ്പോ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ചെറിയ പ്രായത്തിലെ പീരീഡ്സ് ആവുന്നുണ്ട്. പീരീഡ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷെ 6 or 7 ദിവസം നിൽക്കേണ്ട പീരീഡ്സ് 10-15 ദിവസത്തേക്ക് മാറുക, മാസത്തിൽ 2 തവണ തന്നെ പീരീഡ്സ് ആവുക. പീരീഡ്സ് ആവുന്ന സമയത്ത് ഓവറായിട്ടുള്ള ബ്ലീഡിങ് ആയിരിക്കും, ഒരുപക്ഷെ ബ്ലീഡിങ് ഇല്ലാത്തൊരവസ്ഥയായിരിക്കും, വയറുവേദന ശക്തമായിട്ടുള്ളതായിരിക്കും. അങ്ങനെയൊക്കെ പല സിംറ്റംസ് ആണ് നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലർക്ക് മെൻസസുമായിട്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല, മെൻസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവും, എത്ര ശ്രമിച്ചാലും കുറയാതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും ഒരു പരിധി വിട്ട് താഴോട്ട് പോകുന്നുണ്ടാവില്ല. അതുപോലെ വിട്ടുമാറാത്തുള്ള മുഖക്കുരു ഉണ്ടാവുക, അത് ടീനേജേഴ്സിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അതുപോലെ വരുന്നത് നേരത്തെ തൈറോയിഡിന്റെ സിംറ്റംസ് പറഞ്ഞ പോലെ തന്നെ PCODയിലും മുടി കൊഴിഞ്ഞുന്ന ഒരു പ്രവണത കൂടുതലാണ്. അപ്പൊ നമ്മുടെ സ്ത്രീകളിൽ ചെറിയ അളവിൽ മെയിൽ ഹോർമോൺസ് ഉണ്ടെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ആ ഹോർമോൺസിന്റെ അളവ് കൂടുമ്പോഴും ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണുന്നത്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ അപ്പർ ലിപ്പിൽ മീശ വളരുക, ഈ ബുൾഗാൻ രീതിയിൽ നമുക്കൊരു മീശ വരുന്ന, ചെറിയ രീതിയിലുള്ള മീശ വരുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. താടിയിൽ കാണുന്ന ഹെയർ ഗ്രോത്ത്, അതേപോലെ നമ്മുടെ ഈ കവിളിന്റെ 2 സൈഡിലും അമിതമായിട്ടുള്ള രോമ വളർച്ച, കഴുത്തിന് ചുറ്റും കട്ടിയോട് കൂടിയിട്ടുള്ള കറുത്ത കളർ വരിക, ചിലരുടെ ശബ്ദത്തിൽ വരുന്ന മാറ്റം, ഇതൊക്കെ മെയിൽ ഹോർമോൺ കൂടിയത് മൂലമുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ PCODയുടെ മറ്റ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാല്, ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടാണ്. നമ്മൾ ഡീപ്പായിട്ട് ഒരു ഉറക്കം നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുക, ഒരു വിധത്തിൽ ഉറങ്ങി കഴിഞ്ഞ് പിന്നെ ഉണർന്നു കഴിഞ്ഞാൽ വീണ്ടും ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട്, രാവിലെ എണീക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ക്ഷീണം ഉണ്ടായിരിക്കും. അതേപോലെ ഡിപ്രഷൻ പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവുക, ഇടയ്ക്കിടെ വിശപ്പ് ഉണ്ടാവുക, അതുപോലെ മൈഗ്രെയിൻ, അതേപോലെ നമുക്ക് ഈ മൂക്കിന്റെ 2 സൈഡിലും കറുത്ത കളർ വരുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഓവർ വെയിറ്റ് ഉണ്ടാവുക. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇൻഫെർട്ടിലിറ്റിയിലേക്ക് നയിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് PCOS എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്നത്തെ സമൂഹത്തില് വനിത ലേഡീസിന്റെ എണ്ണം ഒരുപാട് കൂടുതലാണ്. അതിന്റെ ഒരു കാരണം തന്നെ പറയുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുപോലെ തൈറോയ്ഡ് കണ്ടീഷൻ, പ്രമേഹവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ, യൂട്രസിലെ മുഴ, ഫാറ്റി ലിവർ കണ്ടീഷൻ, ഇങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളുടെയും തുടക്കം എന്ന് പറയുന്നത് PCOS ആണ്. അപ്പൊ ഇതാണ് PCODയുമായിട്ട് ബന്ധം പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വലിയ ടോപ്പിക് ആണത്. പക്ഷെ നമുക്ക് ഇത്രയാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് ഫൈബ്രോയിഡ് ആണ്. 80% സ്ത്രീകൾക്കും 50 വയസ്സാകുമ്പോഴേക്കും കോമൺ ആയിട്ട് ഫൈബ്രോയിഡ് കാണുന്നുണ്ട്. ഇത് സ്ത്രീ ഹോർമോൺ ആയിട്ടുള്ള ഈസ്ട്രജന്റെ പ്രവർത്തനം കൂടുതലാകുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പൊ നമുക്കറിയാം, ഈസ്ട്രജനും പ്രൊജസ്ട്രോണുമാണ് നമ്മളെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു ലേഡീസിന്റെ ഒരു നമ്മളെ സാന്നിധ്യം അറിയിക്കുന്നത്, അല്ലെ? അങ്ങനെ വരുമ്പോൾ യൂട്രസിന് മുൻപിൽ ഈ ഒരു യൂട്രസിനകത്തുണ്ടാകുന്ന ഫൈബ്രോയിഡ് നമ്മളുടെ ഫൈബ്രോയിഡിന്റെ സ്ഥാനം അനുസരിച്ച് യൂട്രസ് മുന്നിലോട്ടോ പിന്നിലോട്ടോ തള്ളി നിൽക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ യൂട്രസിന് മുൻപിലുള്ള യൂറിനറി ബ്ലാഡറിനും പുറകിലുള്ള രക്തത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അപ്പൊ ചിലര് വലിയ മുഴകളായിട്ട് യൂട്രസിന്റെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്നെങ്കിൽ അത് ഇൻഫെർട്ടിലിറ്റി കാരണമാവാറുണ്ട്. പല കാരണങ്ങളിൽ ഒന്നാണ് ഈ പറയുന്നത്. അത് അപൂർവമാണ് വരുന്നത്. നമുക്ക് PCOD ആണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വരുന്ന. ഈ ഫൈബ്രോയിഡ് വലുതായിട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് ഈ പറയുന്നത്. അപ്പൊ ഫൈബ്രോയിഡ് വരാനുള്ള കാരണം പറയുകയാണെങ്കിൽ ഒബേസിറ്റി കൊണ്ട് വരാം, മെൻസസ് വളരെ നേരത്തെ തുടങ്ങിയവരിൽ വരാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ 7-8 പ്രായമാകുമ്പോൾ തന്നെ പീരീഡ്സ് ആവുന്ന ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ റെഡ് മീറ്റ് കൂടുതലായിട്ട് കഴിക്കുന്നവർക്ക്, വളരെ വൈകി മെനോപോസ് ആയവർക്ക്, ഇവർക്കൊക്കെ ഹോർമോൺ പ്രശ്നങ്ങൾ കാണുകയും ഒപ്പം ഫൈബ്രോയിഡിന്റെ അവസ്ഥയും കാണാറുണ്ട്. ഇപ്പൊ ലക്ഷണങ്ങൾ പറയുമ്പോൾ ഒത്തിരി ക്ലോട്ട് ആയിട്ടുള്ള ബ്ലീഡിങ്, സഹിക്കാൻ വയ്യാത്ത വയറുവേദന, അടിവയറ്റിൽ ഭാരം, ഹെവി ബ്ലീഡിങ്, അതിനോടനുബന്ധിച്ച് വരുന്ന അനീമിയ, അതുപോലെ ബാക്ക് പെയിൻ, ഇതൊക്കെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ നോർമലി ഫൈബ്രോയിഡിന്റെ ഗ്രോത്ത് വളരെ സ്ലോലി ആയിരിക്കും. പക്ഷെ എങ്കിലും നമ്മളൊരു 3-6 മാസം കൂടുമ്പോഴൊന്ന് സ്കാൻ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇതൊരു ക്യാൻസർ
ഇതിലേക്ക് മാറുന്ന സമയത്ത് അതിന്റെ ഗ്രോത്ത് പെട്ടെന്ന് കൂടുന്നുണ്ടായിരുന്നു. അപ്പൊ എന്ത് കാര്യവും നമ്മൾ എല്ലാം ക്യാൻസർ എന്ന് പറഞ്ഞ് നിൽക്കാനല്ല അതല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതൊക്കെ ഒരു ഇങ്ങനെയൊക്കെ വരാനുള്ള സാഹചര്യങ്ങൾ കൂടി ഇന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു 6 മാസം കൂടുമ്പോഴെങ്കിലും ഡോക്ടറെ കണ്ടൊന്ന് സ്കാൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നുള്ളതാണ് ഓർമ്മപ്പെടുന്നത്. ഞാൻ എത്രയും സമയം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് വിളിക്കുന്ന അസുഖങ്ങളുടെ കാരണം തേടി പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വൈറസോ ഫംഗസോ ബാക്ടീരിയോ ഒന്നല്ല നമുക്ക് മനസ്സിലായില്ലേ. അപ്പൊ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന താളപ്പിഴകളാണ് ഈ അസുഖങ്ങൾ കാരണമെന്ന് മനസ്സിലായി കാണും അല്ലെ. ഇതിന്റെ എല്ലാ അടിസ്ഥാനം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ജീവിതശൈലി തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ കഴിക്കുന്ന ഫുഡാണെങ്കിലും ശ്വസിക്കുന്ന വായു ആണെങ്കിലും കുടിക്കുന്ന വെള്ളമാണെങ്കിലും ഒന്നും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അറിഞ്ഞും അറിയാതെയും പല മാർഗങ്ങളിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കീടനാശിനികളുടെ ആർട്ടിഫിഷ്യൽ കളറുകളുടെ മായത്തിന്റെ രൂപത്തിൽ ഇങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ അടിസ്ഥാന സെല്ലുകളെ ബാധിക്കുന്നു. അന്നേരം എന്താണ് ഉണ്ടാവുക? ശരിയായ രീതിയിൽ സെല്ലുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ വരികയാണ് ചെയ്യുന്നത്. ഇതിന് എന്താണ് ഒരു സൊല്യൂഷൻ? അവിടെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റം വരുത്തുക എന്ന് പറയുന്നത്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാനാണെങ്കിൽ പോലും നമുക്ക് അത് അത്ര എളുപ്പമുള്ള കാര്യം. നമ്മളെ ഈ നാടോടുമ്പോ നടുവേ ഇടാന്ന് പറഞ്ഞ നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ എല്ലാവരും മാറും. ഇനി അത് ഒരു തിരിച്ചു പോക്ക് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവിടെയാണ് നമ്മുടെ വെസ്റ്റീജ് കമ്പനിയുടെ പ്രസക്തി. ലേഡീസിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ട് വളരെ എക്സലന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമുക്ക് വേണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ അവസരത്തിൽ നമ്മുടെ ഫൗണ്ടേഷൻ നമുക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാം. ഈ പ്രൊഡക്റ്റുകളിൽ ആദ്യം നാം പരിചയപ്പെടുത്താൻ പോകുന്നത് ശതാവരിയാണ്.